യൽ ത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദവി സൗന്ദര്യത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യശ്ചര്യം ഭുവനേ നഗസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. അല്ലയോ വിഷ്ണു, ഹേ വിഷ്ണു, വിഭോ സർവവ്യാപിയായിരിക്കുന്ന ഭഗവാൻ. വിഭു എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ ദിക്കിലും സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. എല്ലാ ദിക്കിലും സ്ഥിതി ചെയ്യുന്നത്, എല്ലാറ്റിലും സ്ഥിതി ചെയ്യുന്നത് വിഭു. അങ്ങനെ സംബോധന ചെയ്യാണ്. അല്ലയോ വിഷ്ണു, അല്ലയോ വിഭു. അങ്ങ് എങ്ങനെയാണെന്നാ പറയുന്നത്? ഈ രൂപത്തിനെ കണ്ടു. ഇപ്പോൾ കേശാദിപാദം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ആ ഭക്തി ഉത്കർഷം കൊണ്ട് ആ സൗഭാഗ്യ അതിശയത്തെ വർണ്ണിക്കുകയാണ് ഇവിടെ നാരായണ ഭട്ടതിരി. യൽ ത്രൈലോക്യമഹീയസോപി മഹിതം. അങ്ങ് മഹത്തരമാണ്. ഇതിലും മഹത്തായിട്ട് വേറൊന്നില്ല. ഈ ലോകത്തിൽ മഹത്തരമായിട്ട് മഹീയസോപി മഹിതം, ഏറ്റവും ഉത്തമമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മഹത്തരമായിട്ട് എന്തുണ്ടോ അതിനേക്കാൾ മഹിതമാണ് അങ്ങ് എന്നാണ്. എന്ന് വെച്ചാലോ, ഇതിലും മഹത്തരമായിട്ട് വേറൊന്നും കൽപ്പിക്കാൻ ഈ ലോകത്ത് ഇല്ല. മഹീയസോപി മഹിതം. എവിടെ? ഇവിടെ മാത്രമല്ല, ഭൂലോകത്തിലല്ല. യൽ ത്രൈലോക്യമഹീയസോപി മഹിതം. സ്വർഗം, ഭൂമി, പാതാളം ഇതൊക്കെ എടുത്താൽ ഇതിൽ ഏറ്റവും മഹത്തായിട്ട് നമ്മൾ എന്ത് കാണുന്നുവോ ആ മഹത്വത്തിനേക്കാൾ മഹത്വം ഏറിയതാണ് അങ്ങയുടെ മഹത്വം. സമ്മോഹനം മോഹനാൽ. സമ്മോഹനം മോഹനാൽ. ഏറ്റവും മോഹനമായതിനേക്കാൾ മോഹനമാണ് അങ്ങയുടെ രൂപം എന്നാ പറയുന്നത്. സമ്മോഹനം മോഹനാൽ. മോഹനത്തിനേക്കാൾ സമ്മോഹനമാണ്. കാന്തം കാന്തിനിധാനതോപി. കാന്തി, പ്രകാശം, ശോഭ. ആ ശോഭയ്ക്ക് നിധാനമായിട്ടുള്ളത്, ഇരിപ്പിടമായിട്ടുള്ളത് എന്തോ അതിനേക്കാൾ കാന്തമാണ്. എന്നുവെച്ചാലോ അതിലുപരിയായിട്ട് കാന്തമായിട്ടൊന്നുമില്ല. അപ്പം എല്ലാറ്റിലും ഉത്തമമായിട്ടാണ്. മഹത്തുക്കളിൽ മഹത്താണ്, മോഹനത്തിൽ മോഹനമാണ്, കാന്തത്തിൽ കാന്തമാണ്, മാധുര്യധുര്യാദവി. ഏറ്റവും മധുരമാണ്. മാധുര്യധുര്യാദവി മധുരം. ഉത്തമമായിരിക്കുന്ന മധുരത്തേക്കാൾ, സമ്പൂർണമായി വഹിക്കുന്ന മധുരത്തിനേക്കാൾ മധുരമാണ്. ഈ മധുരമാണ് രസം. മധുരം ഇഷ്ടമല്ല പറയരുത്, എന്നാ ഭക്തിയില്ല എന്നാ ഞാൻ പറയാം. മധുരം ഇഷ്ടമില്ല എന്ന് പറയരുത് ഒരാളെന്ന്. മധുരമാണ് രസം. എല്ലാവർക്കും മധുരമാണല്ലോ ഈ സൗന്ദര്യത്തിന് വേണ്ടി പറയുന്നത്. രസത്തിനെ ആസ്വദിക്കുന്നതിൽ എവിടെ നോക്കിക്കോളൂ മാധുര്യധുര്യാദപി എന്ന് പറഞ്ഞ മാതിരി മധുര രസമാണ് അല്ലേ. തത്ത കൊത്തിയിട്ട് വന്നിട്ടുള്ള ആ രസം, ചാറ്, അമൃതദ്രവ സംയുതം, അവിടെയും മധുരത്തിനെയാണ്. അത് കയ്പായിട്ട് ആരും കാണുന്നില്ലല്ലോ. കഷായ രസമായിട്ട് കാണാറുണ്ടോ ആ മധുര? അത് മധുരമാണ്. മധുരരസമാണ് മനുഷ്യൻ്റെ ശരീരത്തിനെ പോഷിപ്പിക്കുന്ന രസം. അതാണ് അതിൻ്റെ കാരണം. ഇത് മനസ്സിലാക്കണം എല്ലാവരും. മധുരം കഴിക്കരുതെന്നല്ല, മധുരം കഴിക്കണം. ആജന്യ സാത്മ്യാൽ കുരുതേ ധാതൂനാം പ്രബലം ബലം. ധാതുക്കൾക്ക് ഏറ്റവും ബലം കൊടുക്കുന്നതാണ്. ജന്മം മുതൽ സാത്മ്യമാണ് അത്രയും മധുരരസം. നമ്മൾ ആദ്യം കുടിക്കുന്നത്, ആദ്യം ഉപയോഗിക്കുന്നത്, നെയ്യ് നാവുമ്പിൽ തേച്ച് കൊടുക്കുന്നു, തേൻ വെച്ച് കൊടുക്കുന്നു, അമ്മയുടെ പാല് നുകരുന്നു, എല്ലാം മധുരരസമാണ്. മനുഷ്യൻ്റെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. ഈ പഞ്ചഭൂതങ്ങളിൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പൃഥ്വി, അപ്പ് എന്നുവെച്ചാലോ ഭൂമിയും ജലവും. ഈ രണ്ട് ഭൂതങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഭൂമിയിൽ വസിക്കുന്നത്. ആകാശത്തേക്ക് പോകാൻ പറ്റുമോ? പക്ഷികളെപ്പോലെ പറ്റില്ല. വെള്ളത്തിൽ സഞ്ചരിക്കാൻ പറ്റും, വെള്ളത്തിൽ ജീവിക്കാൻ പറ്റില്ല. അഗ്നിയിലേക്ക് പോകാൻ സാധിക്കില്ല, ആകാശത്തേക്ക് പോകാൻ സാധിക്കില്ല. പറവകളെപ്പോലെ പറന്ന് നടക്കാൻ സാധ്യമല്ല. കാരണം മനുഷ്യൻ്റെ ശരീരം പൃഥ്വി, അപ്പുമാണ്. ഇതിനെ പോഷിപ്പിക്കാൻ ഏറ്റവും യോഗ്യമായത് എന്താണ്? അതേ ഭൂതങ്ങൾ അടങ്ങിയ രസമാണ് മധുരരസം. പൃഥ്വിയും അപ്പും ഭൂതങ്ങൾ അടങ്ങിയ രസമാണ് മധുരരസം. അതുകൊണ്ട് ജന്മം മുതൽ മനുഷ്യന് സാത്മ്യമാണ് മധുരരസം. മധുരം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും. പാലിൻ്റെ മധുരല്ലേ? വെള്ളത്തിന് എന്താ രസം? മധുരരസമാണ്. അറിയോ?
ഗോതമ്പിന് എന്താ രസം? മധുരരസമാണ്. അരിക്ക് എന്താണ് രസം? മധുരരസമാണ്. ഈ മധുരരസം എന്ന് പറഞ്ഞാൽ സ്വീറ്റ് കടയിൽ നിന്ന് വാങ്ങി തിന്നുന്നതല്ല മധുരം, പഞ്ചസാര കഴിക്കുന്നതല്ല മധുരം. ആ പഞ്ചസാരയെക്കാളും സ്വീറ്റിനേക്കാളും ഐസ്ക്രീമിനേക്കാളും മാധുര്യ തുര്യാദവി, അതിലും മധുരമാണ്. ഇത്ര മധുരമായ ഡയബറ്റീസ് വരുമെന്നാണ്? വരില്ല. ഇത്രയും മധുരമാണ് ഭഗവാന്റെ രൂപം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സംശയം അല്ലേ, ഈ ഡയബറ്റീസ് വരുമെന്ന്. ഇതാണ് വേണ്ടത്, മധുരരസമാണ് വേണ്ടത് എന്നാണ്. സൗന്ദര്യത്തരതോപി സുന്ദരതരം, ഉത്തമമായ സൗന്ദര്യത്തിൽ നിന്നും സുന്ദരതരമാണ് അങ്ങയുടെ രൂപം എന്നാണ് പറയുന്നത്. സൗന്ദര്യത്തരതോപി സുന്ദരം, അതിൽ നിന്നും സുന്ദരമാണ്. ത്വദ്രൂപം, അങ്ങനെയാണ് അങ്ങയുടെ രൂപം. ആശ്ചര്യതോപ്യാശ്ചര്യം, ആശ്ചര്യത്തിനേക്കാളും ആശ്ചര്യമാണ്. ആശ്ചര്യവൽ പശ്ചര്യകശ്ചിതേനം, ഭഗവാൻ പറയണ്ടോ ഭഗവത്ഗീതയല്ലേ? അങ്ങയുടെ രൂപത്തെ ആരെ എങ്ങനെ കാണുന്നു? ചിലര് ആശ്ചര്യവൽ പശ്യതികശ്ചിതേനം ആശ്ചര്യവൽ വദതി കഥഞ്ചിത് അന്യ, വേറെ ചിലര് ഇതിനെ ആശ്ചര്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നു, കഥകൾ പറയുന്നു. ചിലർ ആശ്ചര്യമായിട്ട് അതിനെ കാണുന്നു. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങയുടെ രൂപം ആരും അറിയുന്നില്ല എന്നാണ് പറയുന്നത്. ആശ്ചര്യമാണ്, കേൾക്കുന്നോടത്തോളം ആശ്ചര്യമാണ്, കാണുന്നോടത്തോളം സുന്ദരമാണ്. ഇതൊക്കെ വെറുതെ സുന്ദരാണെന്ന് പറയില്ല, നമ്മൾ കാണുന്നോടത്തോളം നമുക്ക് മനസ്സിലാവുക ഇതിലും സുന്ദരമായിട്ട് വേറെ ഒന്നില്ല എന്നാണ്. ആ മധുരരസം ആസ്വദിക്കുമ്പോഴാണ് ഇതിലും മധുരമായിട്ട് വേറെ ഒന്നില്ല എന്ന് മനസ്സിലാവുന്നത്. അത് ആസ്വദിക്കാത്തവരോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. പഞ്ചാര പായസം കഴിക്കാത്തവരോട് അതിൻ്റെ മധുരം പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുമോ? പാലിന് മധുരമാണ്, ഇന്ന മാതിരിയാണ് പാല് നമ്മൾ പറഞ്ഞൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കൂ. ഒരിക്കലും പാല് കഴിക്കാത്ത ഒരാൾ അയാളോട് പറയാണ് പാലിൻ്റെ സ്വാദ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? അത് പറഞ്ഞ് മനസ്സിലാക്കാനാവില്ല. അപ്പോൾ കവിയും ചിത്രകാരനും കൂടിയിട്ട് വാദമായി ഇത്രേ. ഈ കവി എന്ത് പാടിയാലും ചിത്രകാരൻ അതുപോലെ വരയ്ക്കുന്നതാണ്. അപ്പോൾ കവി പലതരത്തിൽ ഇങ്ങനെ പാടാൻ തുടങ്ങി, ഓരോരോ സൗന്ദര്യങ്ങളൊക്കെ ഇങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങി. അത് മുഴുവൻ ചിത്രകാരൻ വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ഭാഗത്ത് ചെയ്തിട്ട് കലവില കൂട്ടും പട്ടരും എന്ന് പറഞ്ഞിട്ട് ചെല്ലി ശ്ലോകം. കലവില കൂട്ടും അത് വരയ്ക്കാൻ പറഞ്ഞു. കലവില കൂട്ടും എങ്ങനെ വരയ്ക്കുക? ഇത് പറയാനല്ലേ പറ്റുള്ളൂ. അതുപോലെ ചില കാര്യങ്ങൾ നമുക്ക് അതാണ് ആസ്വാദ്യത എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇരിക്കുന്നത്. അത് പറഞ്ഞ് അനുഭവമില്ലാത്തൊരു വിഷയത്തിനെ കുറിച്ച് ആസ്വദിക്കാനാവില്ല. ആസ്വാദനം ചെന്താ? സ്വാദനം, അനുഭവിക്കലാണ്. സ്വാദ് നമ്മൾ പറയുന്നില്ലേ, ആഹാരത്തിനൊക്കെ സ്വാദ്. എരും പുളി ഉപ്പല്ലാണ്ട് അതിനൊരു സ്വാദ് വേറെ ഉണ്ടല്ലോ. വെറുതെ മത്തങ്ങായിട്ട് ഞാൻ അങ്ങനെ കൊത്തി നുറുക്കിയിട്ട് ഒരു പുളിങ്കറി ഉണ്ടാക്കിയാലും ഇടയ്ക്ക് സദ്യ സ്വാദായിരിക്കും, അല്ലേ? ഒന്നും കൂട്ടിയിട്ടുണ്ടാവില്ല, വെറുതെ ഉപ്പിട്ടിട്ടുണ്ടാവും. സ്വാദ് എന്നുള്ള സംഭവം ഒന്ന് വേറെയാണ്. അത് ആസ്വദിക്കാറാവണം ഭഗവത് കഥകളിലെന്ന് പറയാം. സൗന്ദര്യത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം, ആശ്ചര്യങ്ങളിൽ വെച്ചിട്ട് ആശ്ചര്യമാണ്. ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി, ഈ ഭുവനത്തിൽ ആരൊക്കെയാണ് ഇത് കൗതുകത്തെ പോഷിപ്പിക്കാത്തത്, കൗതുകത്തെ ഉണർത്താത്തത്? അങ്ങയുടെ രൂപം. ഏത് ഭക്തനാണ് ഈ രൂപത്തിന് കൗതുകം തോന്നാത്തത്, അവൻ്റെ കൗതുകത്തിനെ ഔത്സുക്യത്തിനെ ഉണർത്താത്തത്, ഭക്തി വർദ്ധിപ്പിക്കാത്തത് എന്നാ ചോദിക്കുന്നത്. വെച്ചാൽ എല്ലാവർക്കും അത് കൗതുകത്തെ ഉണർത്തുന്നത് ആണ്. ഹേ വിഷ്ണു, ഹേ വിഭു, അല്ലയോ വിഷ്ണു, അല്ലയോ വിഭുവായിരിക്കുന്ന, സർവ്വവ്യാപിയായിരിക്കുന്ന, സർവ്വനിയന്താവായിരിക്കുന്ന ഭഗവാനെ. അങ്ങനെയാണ് അങ്ങയുടെ രൂപം. അതാണ് യസ്മിന്യസ്തമതിർ നയാതി നരകം സ്വർഗോപി യച്ചിന്തനേ വിഘ്നോ യത്ര നിവേശിതാത്മമനസോ ബ്രഹ്മോ വിലോകോൽപക മുക്തിം ചേതസി യസ്ഥിതോ മലധിയാം പുംസം ദദാത്യവ്യയ കിം ചിത്രം യദകം പ്രയാതി വിലയം തത്ര അച്യുതേ കീർത്തിതേ. വിഷ്ണു പുരാണത്തില് അത്ര അച്യുതേ കീർത്തിതേ. ആ അച്യുതനെ കുറിച്ച് കീർത്തിച്ചാൽ എന്താണ് നമുക്ക് ലോകത്തിൽ കിട്ടാതിരിക്കുന്നത്? എല്ലാം കിട്ടുന്നതാണ്. അച്യുതൻ, ച്യുതിയില്ലാത്തവൻ, നാശമില്ലാത്തവൻ. യസ്മിൻ ന്യസ്തമതി നയാതി നരകം, യാതൊരാളിൽ ന്യസ്തമതി. ന്യസ്തമതി ചാലോ
ബുദ്ധി മനസ്സ് അതിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ, മതി അതിൽ ന്യസ്തമായി കഴിഞ്ഞാൽ, നയാതി നരകം, നരകത്തിൽ പോവില്ല എന്നാണ്. സ്വർഗോപിയ ചിന്തനെ, ആ ചിന്തനത്തെ കൊണ്ട് സ്വർഗത്തിലേക്ക് വല്ല പോണ്, നരകത്തിലേക്ക് വല്ല പോണം. പിന്നെ എവിടേക്കാ പോണ? നേരെ വൈകുണ്ഠത്തിലേക്ക്. സ്വർഗം വൈകുണ്ഠല്ല. സ്വർഗം കഴിഞ്ഞാൽ എന്താണ്? ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ആ പുണ്യം കഴിഞ്ഞാൽ വീണ്ടും മർത്യലോകത്തിലേക്ക് വരും. അതല്ല, സ്വർഗമല്ല നരകവുമല്ല. സ്വർഗം നരകം എന്ന് പറഞ്ഞാൽ ഏതുപോലെയുള്ള അറിയോ? സുഖം ദുഃഖം എന്ന് നമ്മൾ പറയുന്നില്ലേ, അതന്നെയാണ് സ്വർഗവും നരകം. സ്വർഗം എന്ന് പറഞ്ഞാൽ സുഖം, നരകം എന്ന് പറഞ്ഞാൽ ദുഃഖം. വളരെ ക്ലിയർ ഡെഫിനിഷൻ, സംശയമില്ല, എളുപ്പമാണ്. സ്വർഗം എന്താ? സുഖം. അതാണ് ചില ആൾക്കാർ പറഞ്ഞു സ്വർഗം നരകം ഒക്കെ ഇവിടെ തന്നെയാണ്. ഇതിനപ്പുറം ആലോചിക്കാൻ വയ്യ. അതാണ് ഇവിടെ സ്വർഗം നരകം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ഇവിടെ കൊണ്ട് കഴിയുന്നില്ല എന്ന്, ഇനിയുണ്ടെന്ന്, ജന്മം ഇനിയില്ലേ? അപ്പം ഇനി ഇരിക്കുന്നുണ്ട് സ്വർഗവും നരകം. അതാണ് നമ്മൾ ഈ സ്വർഗം നരകം, നമ്മൾ അവിടെ എത്തും, ഇവിടെ വരും, ഇവിടുന്ന് വന്നു, ഇവിടേക്ക് എത്തുന്നു എന്നൊക്കെ പറയേണ്ട കാര്യം അതാണ്. ഈ യാത്രയിൽ എവിടെ എത്തി നിൽക്കണു എന്നുള്ളതാണ്. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെവിടെയാ? ഇപ്പം ഇവിടെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെത്തി. അങ്ങനെ ഒരു യാത്രയാണത്, ജീവിതത്തിൻ്റെ ഒരു യാത്രയാണ്. അപ്പോൾ വിഘ്നോയത്ര നിവേശിതാത്മമനസോ ബ്രഹ്മോപി ലോകൽപ്പക മുക്തിം ചേതസി യസ്ഥിതോ മലധിയം പുംസാം ദദാത്യവ്യയ. സ്വർഗത്തിനെയല്ല നരകത്തിനെയല്ല പ്രാപിക്കുന്നത്. ഏതിനെയാണ് പ്രാപിക്കുന്നത്? മുക്തിം യാതി, മുക്തിയാണ് പ്രാപിക്കുന്നത്. കിം ചിത്രം യദഘം പ്രയാതി വിലയം. എല്ലാ പാപങ്ങളും അതിൽ, അഘം എന്ന് പറഞ്ഞാൽ പാപം, വിലയം യാതി ലയിച്ചു പോകുന്നു. സലിലെ സൈന്ധവം യദ്ദൽ, ഉപ്പെടുത്ത് വെള്ളത്തിലിട്ട് ലയിപ്പിച്ചാൽ അതായത് അലിഞ്ഞു പോകുന്നില്ലേ, അതുമാതിരി സകലവിധ പാപങ്ങളും ഭഗവത് സന്നിധിയിൽ ലയിച്ചു പോകുന്നു എന്നത്. അത്ര അച്യുതേ കീർത്തിതേ. എപ്പോ? വെറുതെ ഇരുന്നാലല്ല, അച്യുതേ കീർത്തിതേ. ഈ അച്യുതനെ കുറിച്ച് കീർത്തിച്ചാൽ